സമൂഹത്തെ എത്രമാത്രം കാർന്നു നിന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ ഓപ്പറേഷൻ തുഫാൻ പുതിയ ഗവൺമെൻറ് നടപ്പിലാക്കിയത് മുഖാന്തരം അതിൻ്റെ ദൂഷിതഫലം അനുഭവിച്ച എത്ര ചെറുപ്പക്കാരുണ്ടെന്നുള്ള പുറം ലോകം അറിഞ്ഞത് ഈ പ്രതിഭാസത്തിലൂടെയാണ്, ഈ നടപടികളിലൂടെയാണ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അനേക കുടുംബങ്ങൾ കുടുംബജീവിതം നഷ്ടപ്പെട്ട്, അനേകരുടെ ദാമ്പത്യം നഷ്ടപ്പെട്ട്, അനേകരുടെ വ്യക്തിജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ഈ ദിവസങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച 26-ാം തീയതിയിലെ മലയാള മനോരമയിലെ ഒരു പേപ്പർ രണ്ടു വശവും ലഹരിയുടെ ഉപയോഗത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. എത്ര പേരത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതിലൊരു ഹെഡിങ് ഇങ്ങനെയാണ്: ലഹരി തേടുന്ന മക്കളെ കാണൂ, എൻ്റെ മകൻ്റെ ജീവിതം. ലഹരിക്കടിമയായ 19-കാരൻ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് 1 വർഷമായി അബോധാവസ്ഥയിൽ കഴിയുമ്പോൾ അവൻ്റെ അമ്മ പറയുന്ന കഥകൾ വല്ലാതെ പൊള്ളിക്കും. കടം കയറിയ വീട്, സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബം. അവൻ്റെ വീഡിയോ ലഹരി മോചന കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കണം. അത് കണ്ട് ഒരാളെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. ഞാനത്തെ മലയാള മനോരമ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ആവർത്തന വ്യവസ്ഥ കൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നില്ല. അതേ ദിവസം തന്നെ ആ പേജിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ, കുറച്ച് ഭാഗം ഞാൻ വായിക്കാം. ഇഞ്ചിഞ്ചായി കൊല്ലും ലഹരി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും ജൂൺ 26 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലഹരി മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗവും അവയുടെ കടത്തും സൃഷ്ടിക്കുന്ന വൻ വിപത്തുകളെക്കുറിച്ച് സമൂഹത്തെ, പ്രത്യേകിച്ചും യുവതലമുറയെ ഓർമ്മിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. 1987 പ്രഖ്യാപിക്കപ്പെട്ട ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ യുണൈറ്റഡ് നേഷൻസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം പുറത്തുവിടുന്ന കണക്കുകൾ ഈ വിപത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. ലോകമെമ്പാടും 31 കോടിയിലേറെ മനുഷ്യർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുവെന്നാണ് UN റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ 28% വർധന ഉണ്ടായിട്ടുണ്ട്. 2021 പുറത്തുവിട്ട കണക്കാണിത്. ഇതിലും എത്രയോ ഭീതിതകമായിരിക്കും ഇന്നത്തെ സ്ഥിതി. പരമ്പരാഗത ലഹരി വസ്തുക്കൾക്ക് പുറമെ സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വ്യാപനമാണ് ആഗോളതലത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ആരോഗ്യമേഖലയ്ക്കും നിയമ സംവിധാനങ്ങൾക്കും ഒരുപോലെ വെല്ലുവിളിയാകുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ അതിവേഗമാണ് മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും തകർത്തെറിയുന്നത്. കൗമാരക്കാരും യുവാക്കളുമാണ് ലഹരി മാഫിയയുടെ പ്രധാന ഇരകൾ. ലോകത്ത് ചികിത്സ ആവശ്യമുള്ള ലഹരി മരുന്ന് അടിമകളിൽ 5-ൽ ഒരാൾക്ക് മാത്രമേ കൃത്യമായ വൈദ്യസഹായം ലഭിക്കുന്നുള്ളൂ. ഇത് വികസ്വര രാജ്യങ്ങളെ വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഒരു ചെറിയ കൗതുകത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ തുടങ്ങുന്ന ഈ ശീലം പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വലിയൊരു ഇരുട്ടിലേക്കാണ് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും മിഠായികളുടെയും സ്റ്റാമ്പുകളുടെയും രൂപത്തിൽ വരെ ലഹരി വസ്തുക്കൾ എത്തുമ്പോൾ അതിനെതിരെ ജാഗ്രത പുലർത്തുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും കടമയാണ്. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏത് സാഹചര്യത്തോടും വ്യക്തികളോടും മടി കൂടാതെ വേണ്ട എന്ന് പറയാൻ വിദ്യാർത്ഥികൾ ശീലിക്കേണ്ടതുണ്ട്. വായന, സംഗീതം, സ്പോർട്സ് തുടങ്ങിയ ഓരോരുത്തർക്കും താല്പര്യമുള്ള മേഖലകളിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഇതിനുള്ള ശാശ്വതമായ പരിഹാരം. എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ നേരിട്ടാൽ അത് അധ്യാപകരോടോ മാതാപിതാക്കളോടോ തുറന്നു പറയുകയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യണം. ഒരു ലഹരിക്ക് നമ്മെ കീഴടക്കാനാകില്ലെന്ന്, നമ്മുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കാനാകില്ലെന്നും നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം. ഇത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. വീട്ടിൽ പോയത് ഭംഗിയായിട്ട് വായിച്ചു നോക്കണം. എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ട് ധാരാളം ഇതുപോലെയുള്ള ആർട്ടിക്കിളുണ്ട്. ആവർത്തന വിരസതകൊണ്ടും സമയക്കുറവുകൊണ്ടും അത് ഞാൻ പരാമർശിക്കുന്നില്ല. ഇന്ന് നമ്മൾ വായിച്ചതായിട്ടുള്ള തിരുവചന ഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യമാണ്.
ഇന്ന് സഭ പഠിപ്പിക്കുന്നത് ചങ്ങലകളെ തകർക്കുക എന്നുള്ള ഒരു ചിന്താവിഷയമാണ്. തിന്മശക്തികളോടുള്ള പോരാട്ടം എന്നുള്ളതാണ്. തിന്മശക്തികളോടുള്ള പോരാട്ടം. വികലമാക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. അവനെങ്ങനെ തിന്മശക്തികൾക്ക് അടിമയായി തീർന്നു, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മുഖാന്തരം അവനെ എത്രമാത്രം രൂപാന്തരപ്പെട്ടു, അവൻ്റെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമാധാനം ലഭിച്ചു എന്നുള്ളത് സവിസ്തരം ഈ ഭാഗത്ത് പ്രസ്താവിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ലഹരി ഉപയോഗം മുഖാന്തരം ഉണ്ടായ മാനുഷ്യമൂല്യങ്ങളുടെ തകർച്ചയും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ചയും അതുണ്ടാകുന്ന വികത്വം അതുപോലെ തന്നെ വ്യക്തിത്വത്തിൻ്റെ തകർച്ചയുമൊക്കെ പ്രതിപാദിക്കുന്ന, അതുമായിട്ട് വളരെ റിസംബിൾ ചെയ്യുന്ന, സാമ്യപ്പെടുത്തുന്ന ഒരു ലഗിയോൻ ബാധിച്ച ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വികലമാക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തിയായിരുന്നു ഈ ഇതിൽ പരാമർശിക്കുന്ന ചെറുപ്പക്കാരൻ. തിന്മശക്തികൾ കുടികൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതവും ആ മനുഷ്യൻ്റെ രൂപാന്തരവും യേശുവിനാൽ പുനഃക്രമീകരിക്കപ്പെട്ട കാര്യവുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. യേശുവിനാൽ പുനഃക്രമീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ഒന്നാമത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അവൻ ദൈവിക പദ്ധതിയിൽ നിന്ന് അന്യപ്പെട്ടു. ഹി ഈസ് എസ്ട്രേഞ്ച്ഡ് ഫ്രം ഗോഡ്സ് പ്ലാൻ ഫോർ ലൈഫ്. അവൻ ദൈവിക പദ്ധതിയിൽ നിന്ന് അന്യപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മാതാപിതാക്കളുണ്ട്. എന്നാൽ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളെല്ലാവരെയും കുറിച്ച് ഒരു ദൈവിക പദ്ധതിയുണ്ട്. എളമ്പപ്പള്ളിയിൽ ആരാധനയ്ക്കിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും ഒരു ദൈവിക പദ്ധതിയുണ്ട്. എന്നെ സംബന്ധിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്. ഇവിടെ വന്നതും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നതും ഒരു ദൈവിക പദ്ധതിയുടെ അനന്തരഫലമായിട്ടാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മൾ അന്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതമല്ലാതായി തീരും. നമ്മുടെ ജീവിതം ക്രമീകരണമില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവമായി മാറും. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആരാധനയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ 2 വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ലഗിയോൻ ബാധിച്ച മനുഷ്യനെക്കുറിച്ചും അതുപോലെ തന്നെ വെള്ളം കോരാൻ വന്ന ഒരു സ്ത്രീയെക്കുറിച്ചും, ശമരിയ സ്ത്രീയെക്കുറിച്ചും പ്രതിപാദിച്ചത് നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുമല്ലോ. ഇവിടെ 5-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ പാർപ്പ് എവിടെയായിരുന്നു? എവിടായിരുന്നു? കല്ലറയിലായിരുന്നു പാർക്കുന്നത്. ഇന്ന് കാണുന്ന മാർബിളിട്ട കിടന്നുറങ്ങാൻ കഴിയുന്ന നല്ല സുന്ദരമായ കല്ലറയല്ല അന്നത്തത്. നിർജ്ജന പ്രദേശത്ത് പേടിപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളുള്ള കല്ലറകളാണ്. ഇന്നത്തെ പോലെ സുഖസൗകര്യങ്ങളുള്ള സൗകര്യങ്ങൾ രേഖപ്പെടുത്തുന്ന കല്ലറകളല്ല. കല്ലറയിൽ പാർക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് കാണുന്നത്. 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ചങ്ങലകൾ ആർക്കും കീഴടക്കുവാൻ കഴിഞ്ഞില്ല. ചങ്ങല മുഖാന്തരം ആർക്കും കീഴടക്കുവാൻ കഴിഞ്ഞില്ല. 9-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത്, നിന്റെ പേരെന്താണെന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, ഞങ്ങൾ പലരാണ്, ലഗിയോൻ ആണ് എന്ന് പറയുകയാണ്. പലരാണ് എന്നവിടെ പറയുകയാണ്. റോമൻ പടയാളികളുടെ ആ കൂട്ടത്തെ പറയുന്നത് ലഗിയോൻ എന്ന പേരാണ്. 6000 പേരുള്ള സൈനിക വിഭാഗത്തെയാണ് ലഗിയോൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പലരായ, പല ആൾരൂപങ്ങളുള്ള, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട, കല്ലറയിൽ പാർക്കുന്ന, ചങ്ങലകൾ ഉരിമയൊടിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. കൊണ്ടാണ് അവൻ ദൈവിക പദ്ധതിയിൽ നിന്ന് അന്യപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും ഒരു ദൈവിക പദ്ധതിയുണ്ട്. എന്നാൽ നമ്മളല്ലാതായി തീരുകയും നമ്മുടെ സുബോധം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് ദൈവിക പദ്ധതിയിൽ നിന്ന് നാം അന്യപ്പെടുന്നത്. ജീവിതത്തിൽ നിന്നും, ജീവനിൽ നിന്നും, ജീവനുള്ളവനിൽ നിന്നും അകന്ന് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ലഗിയോൻ. ജീവനിൽ നിന്നും, ജീവനുള്ളവനിൽ നിന്നും, ജീവിതത്തിൽ നിന്നും അകന്ന് ജീവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താണ്? മരിച്ച ഒരവസ്ഥയാണ്, ചത്ത അവസ്ഥയാണ്. പാട്ട് അവന് ബാധകമല്ല, പ്രാർത്ഥന ബാധകമല്ല, ആരാധന ബാധകമല്ല. പാട്ടും പ്രാർത്ഥനയും ആരാധനയും ബാധകമല്ലാത്ത മരിച്ച ജീവിതത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടവരും അടിമപ്പെടാത്തതുമായിട്ടുള്ള പല ആളുകൾ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ. പാട്ട് ബാധകമല്ല, പ്രാർത്ഥന ബാധകമല്ല, ആരാധന ബാധകമല്ല,
മരിച്ച അവസ്ഥയിൽ ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ വായിക്കുന്നത് ബന്ധങ്ങൾ തകർത്ത് നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു പോയിന്റ് എന്താണെന്നറിയാമോ? ആരാധന എന്ന് പറയുന്നത് ബന്ധങ്ങളിലാണ്. ഞാൻ ഈ ആഴ്ച ഒരുപാട് ഭവനങ്ങളിൽ പോയി. ഇനി കുറച്ച് വീടുകളിലൊക്കെ വരും. പ്രായമുള്ളവരും സുഖമില്ലാത്തവരുമായ ആളുകളെയൊക്കെ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇനി അടുത്ത ഫോക്കസ് അതാണ്. 1-2 പ്രാവശ്യമൊക്കെ വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് വന്ന വീടുകളിൽ നിന്ന് അത് നിർത്തി ഇനി ഈ ആളുകളെയൊക്കെ കാണുകയാണ്. വളരെ സന്തോഷം എനിക്ക് തോന്നി. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നതിനേക്കാളും ഒരു 4 പേരെ ഞാൻ കാണുന്നത്. ഒരുപാട് പേരെ കണ്ടു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ജീവിക്കുന്ന ആളുകളാണ്. ഒരച്ഛൻ്റെ സാന്നിധ്യം അവിടെ ലഭിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരാധന എന്ന് പറയുന്നത് എന്താണ്? അവസാനം പറഞ്ഞു തീർത്തത് ആരാധന ബന്ധങ്ങളിലാണ്. നമ്മുടെ ആരാധന ഇരിക്കുന്ന ആളുകളിൽ നമ്മുടെ മാത്രമല്ല പല സ്ഥലത്തുമുള്ള ഒരു അപജയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിരുന്നാൽ ആ ആളിനോട് ഒരാളോടെങ്കിലും നമ്മൾ വർത്തമാനം പറയാറുണ്ടോ? നമ്മുടെ പള്ളിയിൽ തന്നെ ഒരു ഭാഗത്തുള്ള ആളുകൾ എന്ന ഭാഗത്തു നിന്ന് ഒരാൾ വേറൊരു ഭാഗത്തു നിന്ന് വന്നു നമ്മുടെ അടുത്തോ നമ്മുടെ പുറകിലോ ഇരുന്നാൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ആശീർവാദം കഴിയുന്നതിന് മുമ്പേ നമ്മൾ വലിയാൻ നോക്കും. നമ്മുടെ ആരാധന കൃത്യസമയത്ത് തീരും. വലിച്ചു നീട്ടിയൊന്നും പോവുകയില്ല. വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ, ഇളമ്പലുള്ളവരല്ല, വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ, ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന ആളുകൾ പറയാറുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളായ ആരാധനയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളാൾ പറയാറില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൃത്യസമയത്ത് തുടങ്ങുകയും കൃത്യസമയത്ത് തീരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇത് കഴിയുമ്പോൾ, ആശീർവാദം കഴിയുമ്പോൾ, ഒരു ഞായറാഴ്ച ഒരാളോട് വർത്തമാനം പറഞ്ഞാൽ ഒരു വർഷം എത്ര പേരോട് വർത്തമാനം പറയാം? ആരാധന കഴിയുമ്പോഴാന്നേ ഇവിടെ ഇരുന്ന് കുശുശ പറയാനല്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രസംഗങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതൊക്കെ ദൈവം നമ്മളെ തൂക്കി നോക്കുന്നു. നീ കുറവുള്ളവനായി കണ്ടു, നിന്റെ രാജ്യം വിഭജിച്ച് മേദീർക്കും പാസിർക്കും കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ വിഭജിക്കപ്പെടുവാൻ ഒരിക്കലും ഇടവരരുത്. അതുകൊണ്ട് നമ്മൾ മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ അനുഭവമായി ആരാധനകൾ മാറണം. ആരാധന ബന്ധങ്ങളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വർഷം നമുക്ക് കുറഞ്ഞത് ഒരു 40 പേരെയെങ്കിലും പുതുതായി പരിചയപ്പെടാൻ, നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ പരിചയപ്പെടാൻ കഴിയും. ബന്ധങ്ങളിലാണ് ആരാധന. ദ ബേസിസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഫെലോഷിപ്പ്. നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം നിലനിൽപ്പ് അതാണ്. ആരാധന കൊണ്ട് മാത്രമല്ല, വീടുകൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും 2 പാട്ട് പാടി പ്രാർത്ഥിച്ച് ഒരു സങ്കീർത്തനം വായിച്ച് അവിടുന്ന് കാപ്പിയോ ചായയോ കുടിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അതൊരു വലിയ ഫെലോഷിപ്പാണ്. ദ ബേസിസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമല്ലാതായിത്തീരും. ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യനെ സംബന്ധിച്ച് ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു പോയി. ചത്ത അവസ്ഥയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് മറ്റൊരു പ്രത്യേകത കൂടി അവനെക്കുറിച്ച് പറയുകയാണ്, അവൻ കരച്ചിൽ. പുസ്തകമുണ്ടോ? ഉണ്ടോ? പറ, പുസ്തകമുണ്ടോ? കരച്ചിൽ. എന്താണ് കാര്യം? ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥ. ലക്ഷ്യമില്ലാതെ കരയുന്ന വ്യക്തിയായിരുന്നു ആര്? ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ. തന്നെത്താൻ ചതച്ചു, വസ്ത്രം ധരിച്ചില്ല, ഡിവൈഡഡ് പേഴ്സണാലിറ്റി, സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. 2 ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ പറയാം. ഒന്ന് പ്ലഷർ ആൻഡ് ജോയ്. പ്ലഷർ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന സുഖാനുഭൂതിയാണ്. ജോയ് എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ളതാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള പ്ലഷറല്ല, പിന്നെയോ ഇളക്കപ്പൊരുക്കത്തിലൂടെ ലഭിക്കുന്ന ഒരു പ്ലഷറല്ല, പിന്നെയോ എന്നും നിലനിൽക്കുന്ന ദൈവിക ബോധത്തിൻ്റെ സന്തോഷമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. ഈ മനുഷ്യൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. രണ്ടാമത് പറയാനായിട്ടുള്ളത്, ഹി ഈസ് എസ്ട്രേഞ്ച്ഡ് ഫ്രം ഹിസ് ഓൺ സെൽഫ്. സ്വയത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു, ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു, സ്പർശന ശക്തി നഷ്ടപ്പെട്ടു. ഇവ 3 നഷ്ടപ്പെടുമ്പോഴാണ് സ്വയം നഷ്ടപ്പെട്ടു പോകുന്നത്, ആളത്വം നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ഒരു പന്നിയിൽ 3 ഭൂതങ്ങൾ വീതമുണ്ട്. അങ്ങനെ 2000 പന്നിയിൽ എത്ര ഭൂതം ഉണ്ടെന്നറിയാമോ? 26. 6000 പന്നികളാണ് ഈ പന്നിക്കൂട്ടം. മനസ്സും ശരീരവും ആത്മാവും നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടുപോയി, ഇച്ഛാശക്തി നഷ്ടപ്പെട്ടുപോയി, സ്പർശന ശക്തി നഷ്ടപ്പെട്ടുപോയി. ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ, ലഘുവൻ ബാധിച്ചതായിട്ടുള്ള മനുഷ്യന് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടുപോയി.
സ്പർശന ശക്തി നഷ്ടപ്പെട്ടു പോയി, ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോയി. ഇന്നത്തെ സമൂഹത്തിൽ ലഹരിക്കടിമയായ ഒരു സമൂഹത്തിൻ്റെ തിന്മശക്തികളുടെ വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ലഗിയോൻ. 3, ഹീസ് എസ്ട്രേഞ്ച്ഡ് ഫ്രം ഹിസ് ഓൺ കമ്മ്യൂണിറ്റി. തന്മൂദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഭ്രാന്തിന് 4 ലക്ഷണമുണ്ട്. 1, രാത്രി ഇറങ്ങി നടക്കുക. 2, കല്ലറയിൽ പാർക്കുക. 3, വസ്ത്രം കീറുക. 4, കിട്ടുന്നതെന്തും നശിപ്പിക്കുക. ഭ്രാന്തിന് 4 ലക്ഷണങ്ങളുണ്ട്. ഹീസ് എസ്ട്രേഞ്ച്ഡ് ഫ്രം ഹിസ് കമ്മ്യൂണിറ്റി. അവൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. നമ്പർ 1, രാത്രി ഇറങ്ങി നടക്കുക. കല്ലറയിൽ പാർക്കുക. 3, വസ്ത്രം കീറുക. 4, കിട്ടുന്നതെന്തും നശിപ്പിക്കുക. ചങ്ങലകളും ഉരുമി തകർക്കുന്നത് കൊണ്ട് നിർജ്ജനമായ വിജനമായ പർവ്വത പ്രദേശം പാവങ്ങളുടെ ശവപ്പറമ്പ് ആയിരുന്നു. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഞാനിപ്പോൾ ബോധിപ്പിച്ചു. 1, ജീവനിൽ നിന്നും ജീവനുള്ളവനെന്നും അകന്ന് ജീവിച്ചു. അവൻ ദൈവിക പദ്ധതിയിൽ നിന്ന് അന്യപ്പെട്ടു. 2, അവൻ സ്വയത്തിൽ നിന്ന് അന്യപ്പെട്ടു. 3, അവൻ സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് പ്രസംഗത്തിൽ ഒരു കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം സിൻഡ്രം എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്ത് നമ്മെ കീഴടക്കിയോ അതിൻ്റെ അടിമയായിത്തീരുന്നതിനെയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രം. നമ്മെ എന്ത് കീഴടക്കിയോ ആയതിനെ സ്നേഹിക്കുന്ന അവസ്ഥയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രം. സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന ഒരു ബാങ്ക് കൊള്ളക്കാർ കൊള്ളയടിച്ചു. അനേക ദിവസങ്ങൾ അവിടെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ജോലിക്കാരെയും അടിമകളായി അവരെ ചങ്ങലകളിൽ ബന്ധിച്ച് അടിമകളായി നിർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അടിമകളാക്കപ്പെട്ട ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ വിവാഹം കഴിച്ചുകൊള്ളാം. അപ്പോൾ അതിനെയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രം. എന്ത് നമ്മെ കീഴടക്കിയോ അതിൻ്റെ അടിമയായിത്തീരുന്നതിനെയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രം. ഒന്നീ പള്ളി വരാത്ത ഭൂതമാകാം, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഭൂതമാകാം, രഹസ്യമായി മദ്യപിക്കുന്ന ഭൂതമാകാം, പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞുള്ള മദ്യപാനമാകാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പാപം, ഒരു പന്ന പാപം, നാട്ടുഭാഷ പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതൊരിക്കലും മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഭൂതശക്തികൾ, അത് ചെറിയ ചെറിയ അംശങ്ങൾ നമ്മളിൽ വളർന്നു വന്ന് വലുതായി അത് ഒരുമാതിരി നമ്മെ കീഴടക്കുന്ന അവസ്ഥയാണ്. അതിനെയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രം അനേകരുടെ ജീവിതത്തിൽ ഇന്ന് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ട മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന് അവന് സുബോധം ലഭിച്ചു. അവന് സുബോധം ബാധിച്ചു. അപ്പോൾ സുബോധം ബാധിച്ചപ്പോൾ അവൻ പറയുന്ന വാചകമാണ് ഇന്ന് കുറിവാക്യമായിട്ട് വായിച്ചത്. എന്താണ്? ഞാനും വരട്ടെയോ നിന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ വരട്ടെയോ? അപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണെന്ത്? നീ എൻ്റെ കൂടെ വരണ്ട, നീ പോയി ആരാധനയിൽ പങ്കെടുക്കുക, നീ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് മറ്റുള്ളവരെ കാണിക്കുക. അപ്പോൾ അങ്ങനെ കാണിക്കുവാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഇവൻ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച് നിർത്തിയത്. ഇന്ന് ജീവിതത്തിൻ്റെ തിന്മശക്തികളോട് വിട പറയുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ കഴിയും. സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടും തകർന്നും ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ഒരിക്കലും നാം മറന്നു പോകരുത്. ഹി ഈസ് എസ്ട്രേഞ്ച്ഡ് ഫ്രം ഹിസ് ഫാമിലി. കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അന്യപ്പെട്ടുപോയി. ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഹാൻഡ്സ് ബട്ട് ഹോം ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഹാർട്ട്സ്. വീട് എന്ന് പറയുന്നത് കല്ലും കട്ടയും കൊണ്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ കുടുംബം, ഭവനം എന്ന് പറയുന്നത് ഹൃദയങ്ങളുടെ അടുപ്പമാണ്. അവിടെ ദൈവത്തിന് സ്ഥാനമുണ്ട്. അവിടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സ്ഥാനമുണ്ട്. അങ്ങനെ സ്ഥാനമുള്ള ഒരു കുടുംബത്തിന്റെ ഭാഗമായി ആ മനുഷ്യൻ മാറി. ഭവനത്തിൽ അർത്ഥവത്തായ സംവേദനം നടക്കണം. തള്ളപ്പെട്ടവനെ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് സമൂഹത്തെ കാണുന്നതിൻ്റെ ലഹരി ചിന്തകളിൽ നിന്നും തിന്മശക്തികളിൽ നിന്നും വിമോചനം പ്രാപിച്ച് സമൂഹത്തിന്റെ ഭാഗമായും ദേവാലയത്തിന്റെ ഭാഗമായും കുടുംബത്തിന്റെ ഭാഗമായും ജീവിപ്പാൻ നമുക്കൊരുങ്ങയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.